ഹലോ ഗൈസ്, ആദ്യം ഞാൻ ഒരു സോറി ചോദിക്കുകയാണ്. കാരണം ഒരു വീഡിയോ എടുക്കണം എന്നുള്ളൊരു പ്ലാനോട് കൂടി എടുത്തൊരു വീഡിയോ അല്ല ഇത്. പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ്. അതുകൊണ്ട് ഒരു പ്രോപ്പർ വെൽക്കമിംഗ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ഡയറക്റ്റ് കാര്യത്തിലോട്ടങ്ങ് പോവാം. ഒരു കുട്ടി ലഞ്ച് പ്രിപ്പറേഷൻ ആണ്. അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനുള്ള റെസിപ്പി എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ചിക്കൻ കഴുകി വെച്ചതിലോട്ട് നമ്മൾ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ അടിച്ചൊരു പേസ്റ്റ് ഇട്ട് അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, ചിക്കൻ മസാല ഇതുമിട്ട് കുറച്ച് ഉപ്പും തൈരും കുറച്ച് ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങയുടെ നീരും കൂടിയിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതൊരു ബൗളിലോട്ട് മാറ്റി വെച്ചിട്ട് നമുക്കതൊന്ന് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കാം. കാരണം ആ മസാലയൊക്കെ ഒന്ന് ചിക്കനിലോട്ട് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കാരണം നമ്മൾ ലഞ്ച് ഉണ്ടാക്കുന്ന സമയത്ത് ഫ്രൈ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ മസാല പുരട്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് മസാല ഫുൾ ചിക്കനിലോട്ടൊക്കെ ഒന്ന് പിടിക്കും, കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഞാനപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ചോറ് ഞാൻ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറി ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, ബ്രക്കോളി ക്യാരറ്റ് മെഴുക്ക് പുരട്ടിയുണ്ട്, രസമുണ്ട്. ഇത്രയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചിക്കൻ മാറ്റി വെക്കാം. എല്ലാ മസാലയും ഞാൻ ബാക്കിയുള്ളതെല്ലാം അതിലോട്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചിക്കൻ ഫ്രിഡ്ജിലോട്ട് മാറ്റി ചിക്കൻ കറിക്കുള്ള സവാള അരിയാൻ പോവാണ്. ഞാൻ 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പിലയും. കറിവേപ്പില ചിക്കൻ കറിക്ക് വേണ്ടി മാത്രമല്ല, ബാക്കിയുള്ള കാര്യങ്ങൾക്കും കൂടി വേണം. അപ്പോൾ നമുക്ക് സവാള എടുത്ത് അരിയാം ഗൈസ്. നിങ്ങൾക്ക് ഞാൻ അരിയുന്ന കാണാൻ പറ്റുന്നുണ്ടോ? ഒരു മിനിറ്റ്. ഇപ്പോൾ ഓക്കെ അല്ലേ? ഞാൻ നീളത്തിലാണ് സവാള അരിയുന്നത്. നിങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ അരിയാം. ഞാൻ നീളത്തിലാണ് അരിയുന്നത്. പിന്നെ ഞാൻ തക്കാളി അരിയുന്നുണ്ട്, പച്ചമുളക് അരിയുന്നുണ്ട്. കാരണം ഞാൻ എല്ലാം കൂടെ കാണിക്കുന്നില്ല, ബാക്കിയുള്ള വെജിറ്റബിൾസ് അരിയുന്ന എല്ലാം കൂടെ കാണിക്കുന്നില്ല. ഇത്രേ കാണിക്കുന്നുള്ളൂ. പിച്ചത്തിക്ക് ഒട്ടും മൂർച്ചയില്ല. കണ്ടോ തക്കാളി അരി എന്ത് പാടുപെട്ടുന്ന്. ശരി, അപ്പോൾ നമുക്ക് അരിയാനുള്ള കാര്യങ്ങളൊക്കെ അരിഞ്ഞു വെച്ചതിന് ശേഷം നമുക്ക് പാചകത്തിലോട്ട് കടക്കാവേ. ഒരു കറിവേപ്പില വരാനുണ്ടല്ലോ. വന്നു. അപ്പോൾ നമ്മളുടെ ഈ പരിപാടി കഴിഞ്ഞു. ഇനി ഒരു പാത്രം അടുപ്പിലോട്ട് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് സ്പൈസസ് ഒക്കെ ഇടാം. പിന്നെ ഈ പാത്രം ഇച്ചിരി കുഴപ്പക്കാരനാണ്. കാരണം അടികട്ടിയില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് അടിക്ക് പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും ഒരു ശ്രദ്ധ ഈ പാത്രത്തിലും ഇതിൽ വെക്കുന്ന കറികൾക്കും നമ്മൾ കൊടുക്കണം. കരിഞ്ഞു പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ സ്പൈസസ് ഇട്ടതിന് ശേഷം അതിനകത്തോട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും സവാളയും പച്ചമുളകും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. പിന്നെ ആസ് യൂഷ്വൽ നമ്മളുടെ എളുപ്പപ്പണി പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഉപ്പിടുന്നുണ്ട്. ഉപ്പ് പിന്നെ എന്തിനാ ഇടുന്നത് ഞാൻ പറയണ്ടല്ലോ, അതെല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ വീണ്ടും അത് പറയുന്നില്ല. അപ്പം ഇത് നല്ല രീതിയിൽ ഒന്ന് സെറ്റായി വരണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഏത് ചിക്കൻ കറി എന്നല്ല, നമ്മളിപ്പോൾ ഏതൊരു കറി ഉണ്ടാക്കിയാലും നമ്മൾ സവാള അത്രയും നന്നായിട്ട് വേവിച്ചാൽ മാത്രമേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ആദ്യം ഞാൻ വറ്റൽമുളക് ഇടാൻ മറന്നുപോയി, അതിപ്പോൾ ഞാൻ വീണ്ടും ഇടുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും ചിക്കൻ കറിയിൽ വറ്റൽമുളക് ഇടാറുണ്ടോ? ഇടാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ഇടാറുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ നൈസായിട്ട് അപ്പുറത്ത് പാത്രം വെച്ചിട്ടുണ്ട്, ഒരു ചീനിച്ചട്ടി. അപ്പോൾ ചീനിച്ചട്ടി ഞാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് കടുകും ജീരകവും ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കറിവേപ്പിലയും ഒന്ന് സെറ്റായി വന്നതിന് ശേഷം ഞാൻ ക്യാരറ്റും പച്ചമുളകും അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. പിന്നെ അത് നല്ലപോലെ വേവുന്ന സമയം നമ്മൾ ചിക്കൻ കറിയിലും ഒരു കണ്ണ് വേണം. കാരണം അവിടെയും കൂടെ ഒന്ന് ശ്രദ്ധിക്കണമല്ലോ. കാരണം 2 കറിയും നമ്മൾ തന്നെ കഴിക്കേണ്ടതാണല്ലോ. അതുകൊണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഞാൻ ഇളക്കുകയാണ്. ഇങ്ങനെയൊക്കെ 2 അടുപ്പിലും കൂടെ കൈകാര്യം ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഒരു നിമിഷത്തേക്കെങ്കിലും അമ്മയൊക്കെ ഒന്ന് ഓർക്കുന്നതല്ലേ. അപ്പോൾ നമ്മളിതൊന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നല്ല മണം വരും കേട്ടോ. കാരണം ഈ കടുവറുക്കുന്ന സമയത്ത് കറിവേപ്പിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ഒരു പ്രത്യേക മണം വരും. കണ്ടല്ലേ? അപ്പോൾ അത് അവിടെ ഇരുന്ന് വെന്തോട്ടെ. പിന്നെ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയെന്താണെന്നറിയോ, ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുന്ന വീഡിയോ എടുക്കാൻ മറന്നു. കുഴപ്പമില്ല, നിങ്ങൾക്ക് അറിയാലോ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചിക്കൻ കറിയിൽ ആവശ്യമാണെന്നുള്ള കാര്യം. ഇത് അതിന് ശേഷമുള്ള വീഡിയോ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടതിന് ശേഷമുള്ള വീഡിയോ.
കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മളൊന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇവിടെ ക്യാരറ്റും വെന്തുകൊണ്ടിരിക്കുകയാണ്, അപ്പുറത്തെ സൈഡിൽ സവാളയും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് തക്കാളി ഇടണം, കാരണം തക്കാളിയും കൂടെ ആവശ്യമാണല്ലോ ചിക്കൻ കറിക്ക്. ചിലർ തക്കാളി ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ചിലർ ഇടാറില്ല. എന്തായാലും നമ്മൾ ക്യാരറ്റ് വെന്ത് കഴിഞ്ഞു. അതിലോട്ട് നമ്മൾ ബ്രൊക്കോളി ആഡ് ചെയ്തു. ലേശം കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ട് ബ്രൊക്കോളിക്കും കൂടെ ആവശ്യമായിട്ടുള്ള ഇച്ചിരി ഉപ്പിടാം. നമ്മൾ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് നോക്കിയിട്ട് ഇടണം, ഇല്ലെങ്കിൽ ഉപ്പ് കൂടും. എനിക്കിത് കറക്റ്റായിരുന്നു. ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയതിനു ശേഷം നമ്മൾ അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ബ്രൊക്കോളിക്ക് അധികം വേവിൻ്റെ ആവശ്യമില്ല, കുറച്ച് നേരം മതിയാവും, പെട്ടെന്ന് വെന്ത് കിട്ടും. എന്നിട്ട് നമ്മൾ വീണ്ടും ഇപ്പുറത്തോട്ട് വരികയാണ്. നമ്മൾ തക്കാളി ഇടണം എന്നേ പറഞ്ഞോളൂ, ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം തക്കാളി ഇട്ടു. അപ്പോഴാണ് പെട്ടെന്നൊരു ഓർമ്മ വന്ന് നമ്മൾ മസാല ഒന്നും ചൂടാക്കിയില്ലല്ലോ എന്ന്. അപ്പോൾ ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക്, ചിക്കൻ മസാല, ഗരം മസാല, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കണം. ആ സമയം കൊണ്ട് ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് സവാള ഇടാണ്. ഞാൻ സവാള ആദ്യമേ ഇടാറില്ല. എനിക്ക് സവാള കുറച്ചിങ്ങനെ കടിക്കാൻ കിട്ടണം, ഒന്ന് കറുമുറു ഫീലിലിരിക്കണം. അപ്പം നമ്മുടെ സൈഡിൽ ചിക്കൻ കറിക്കുള്ള മസാല ചൂടായതിനു ശേഷം അത് മാറ്റി വെച്ചിട്ട് നമ്മൾ ബാക്ക് ടു നമ്മുടെ സവാളയും തക്കാളിയും ഒന്നും കൂടെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. കുത്തി തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചെടുക്കുകയാണ്. ആ സമയം കൊണ്ട് അപ്പുറത്തിരിക്കുന്ന സാധനങ്ങളും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ചിക്കൻ കറിക്കുള്ള ഇതിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. അപ്പം ഞാൻ അപ്പുറം പോയി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. സവാള ഇട്ടിട്ട് ഞാൻ അധികം നേരം ശ്രദ്ധിച്ചില്ലല്ലോ. അപ്പം അതൊന്ന് മിക്സ് ചെയ്തിട്ട് വന്നിട്ട് തിരിച്ച് വീണ്ടും ബാക്ക് ടു ചിക്കൻ കറിയിലോട്ട് വന്നിരിക്കുകയാണ്. ഇതിനകത്തോട്ട് നമ്മൾ വേവിക്കാത്ത ചിക്കനാണ് ഇടുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയും ചിക്കനും കൂടി ഇട്ടതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം ആ ചിക്കൻ ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട്, ഒരുപാട് വേവിക്കണ്ട, കുറച്ചൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഒന്ന് നമുക്ക് വെക്കാം. അപ്പം ഞാൻ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പുറത്ത് നമ്മൾ മെഴുക്ക് പുരട്ടി അടച്ചു വെച്ചിരിക്കുകയാണ്. അതിപ്പം റെഡിയാവാൻ സമയമായി വരെയാണ് ഗൈസ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ബ്രൊക്കോളിയും ക്യാരറ്റും കൂടി ഇട്ട് ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താണ്, കറിയൊക്കെ ഇവിടെ ഓൾമോസ്റ്റ് ഇങ്ങനെ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ഇടയ്ക്കൊരു ലാഗ് വരുന്നത് ഞാൻ ഈ രണ്ട് സൈഡും അപ്പുറം ഇപ്പുറം കാണിക്കണമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതോ നമ്മുടെ മെഴുക്ക് പുരട്ടി നല്ല രീതിയിൽ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ഏത് മെഴുക്ക് പുരട്ടി വെച്ചാലും സവാള ലാസ്റ്റ് ഇടുള്ളൂ, കാരണം അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ആരെങ്കിലും അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും കേട്ടോ, അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം ഗ്യാസ് ഓഫ് ചെയ്യാം. അത് റെഡിയാണ്. നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഒരുപാട് ഭയങ്കര നല്ല പാത്രത്തിലോട്ടൊന്നുമല്ല, നമ്മളെ വീട്ടിലുള്ളൊരു സാധാ പാത്രത്തിലോട്ടാണ് മാറ്റുന്നത്. കാരണം അത് വീട്ടിലെ ആവശ്യത്തിന് എടുക്കാനുള്ളതല്ലേ, നമുക്ക് ഫുഡ് കഴിക്കാനുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ ചോറ്റുപാത്രമാണോ ഇത് പറയണേ, നമ്മൾ ചോറ് കൊണ്ടുപോകുന്ന പാത്രമല്ലേ, അതിലോട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ റെഡിയാണ് ഗൈസ്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ, കളറ് ഓറഞ്ച്, ഗ്രീൻ, പിന്നെ ഒരു സവാളയുടെ ഒരു വൈറ്റ്, അങ്ങനെയൊക്കെ. നമുക്ക് ചിക്കൻ കറിലോട്ട് വരാം. അപ്പം ചിക്കൻ അവിടെ ഇരുന്ന് ഒന്ന് സെറ്റായിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഒന്ന് മൂപ്പിച്ച് വെച്ചിരിക്കുന്ന മസാലയില്ലേ, നമുക്കത് നൈസായിട്ട് ഒന്ന് കറിയിലോട്ട് എടുത്തിടാവേ. കാരണം ചിക്കൻ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വെച്ച് ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഈ മസാലയും കൂടെ ഒന്ന് ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് മസാല എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് തൈര് ഒഴിക്കണേ. തൈര് ഒഴിക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് മിക്സായി വരാനായിട്ട് എളുപ്പമായിരിക്കും. ഇത് മിക്സായി വരാൻ വേണ്ടിയിട്ടല്ല തൈര് ഒഴിക്കുന്നത്, അത് വേറൊരു കാര്യം. ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് തൈര് ഒഴിക്കുന്നത്. നല്ല രീതിയിൽ മസാല ഒന്ന് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ടൊരു 5 മിനിറ്റ് ഒന്ന് നമുക്കൊന്നതൊന്ന് ചൂടാവാൻ വെക്കാം, ഒന്ന് വേകാൻ വേണ്ടി അടച്ചു വെക്കാം. അതിനുശേഷം വീണ്ടും എടുത്തിങ്ങനെ ഇളക്കണം എന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, പാത്രത്തിന് ഇച്ചിരി തീനുള്ളതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് നോക്കും. എന്നിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ആ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കി, ഉപ്പ് വേണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പൊന്ന് ആഡ് ചെയ്തിട്ട് നമുക്ക് ആ ചിക്കൻ കറി ഒന്ന് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്കിനി അടുത്ത സാധനം ഉണ്ടാക്കാൻ പോവാം.
പോവാൻ നമുക്ക് പാത്രം വെച്ചിട്ട് അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് കടുകിടാം. രസമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാൻ രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സവാള, കുരുമുളക്, പച്ചമുളക് ഇത് ഇത്രയും കൂടെ അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് ഈ അടിച്ചു വെച്ചിരിക്കുന്ന സാധനം ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ പച്ച മണം മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ പിന്നെ ഈ സവാള ഉപയോഗിക്കുന്നതിൻ്റെ കൊച്ചുള്ളി ഇല്ലാത്തതുകൊണ്ട് കൊച്ചുള്ളി നമുക്ക് കുറച്ചുകൂടെ ടേസ്റ്റാണ്. അതിപ്പം നമ്മൾ ഈ ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയിട്ടൊരു മസാല നമ്മൾ അടിച്ചെടുത്തില്ലേ, അതിനകത്ത് ഞാൻ സവാള ഇട്ടത്. കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലത്, എൻ്റെ ഇല്ല, അതുകൊണ്ടാണ്. ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അപ്പം അതിൻ്റെ കൂടെ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എന്തൊക്കെയാണ് സവാള, കുരുമുളക്, പച്ചമുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതെല്ലാം കൂടെ പേസ്റ്റ് ആക്കിയ സാധനമാണ് ഞാൻ ഈ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഇതിങ്ങനെ ഇട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ തക്കാളി ഞാൻ ഡയറക്റ്റ് ഇടുകയല്ല ചെയ്തത്, അതൊന്ന് പേസ്റ്റ് ആക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. പേസ്റ്റ് ആക്കിയിട്ട് ഇട്ടതിന് ശേഷം അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ അതും നല്ലപോലെ മിക്സ് ചെയ്യണം. ആ ടൈമിൽ ഞാൻ അപ്പുറത്ത് ചിക്കൻ കറി എന്തായെന്നൊന്ന് പോയി നോക്കിയായിരുന്നു. അത് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു പച്ചമണം മാറി ഇത് എല്ലാം ഒന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സായി ഒന്ന് വെന്ത് കുഞ്ഞൊരു തിളയൊക്കെ വരുന്ന സമയത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും, നമ്മൾ വേറെ മസാലാസ് ഒന്നും ചേർക്കുന്നില്ല, മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രമേ ഈ രസത്തിന് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതും നല്ല രീതിയിൽ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമ്മൾ അതിലോട്ട് നല്ല പോലെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന കുറച്ച് പുളി പിഴിഞ്ഞൊഴിക്കണം. പുളി പിഴിഞ്ഞൊഴിച്ച് അതൊന്ന് തിളയ്ക്കുന്ന സമയത്ത് ഇച്ചിരി കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. മല്ലിയില ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ല, അതുകൊണ്ട് ഞാൻ മല്ലിയില ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ മല്ലിയിലയാണ് രസത്തിന് എപ്പോഴും ഭയങ്കര ടേസ്റ്റ് തരുന്നൊരു സാധനം എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, എൻ്റെ അഭിപ്രായമാണ്. അപ്പോൾ നമ്മളതിനകത്തോട്ട് കുറച്ച് പുളി പിഴിഞ്ഞൊഴിക്കുകയാണ്. പുളി പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ടല്ലോ, നമ്മൾ ആ സ്പോട്ടിൽ തന്നെ വെള്ളം ഒഴിക്കുന്നില്ല. ഈ മസാലാസൊക്കെ ആയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്നൊരു കുഞ്ഞു തിള വരുമ്പോഴത്തേക്ക് നമ്മൾ പച്ചവെള്ളം ഒഴിക്കുന്നുള്ളൂ. ചിലർ ചൂടുവെള്ളം ഒഴിക്കും, ഞാൻ പച്ചവെള്ളമാണ് ഒഴിക്കുന്നത്. കുറച്ച് കായപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ വെള്ളം ഒഴിച്ചതിന് ശേഷം വേണമെങ്കിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ ഇടാം. പിന്നെ വേണമെങ്കിൽ എന്ന് ഉദ്ദേശിച്ചത് വേണമെങ്കിൽ കുറച്ചും കൂടി കായം ഇടാം. ഇപ്പം ഓൾറെഡി നമ്മൾ ഇട്ടല്ലോ, അത് പോരാന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ചുകൂടി കായം ഇടാം കേട്ടോ. അപ്പോൾ അത് അവിടെ ഇരുന്ന് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. തിളയ്ക്കട്ടെ. നമ്മൾ ആ സമയം കൊണ്ട് നമ്മൾ ചിക്കൻ കറിയും നമ്മളവിടെ നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സാധനങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ വീട്ടിൽ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് അമ്മ ഫുഡ് എന്ന് പറയുമ്പോൾ അമ്മ ഒരു 3-4 ഡിഷൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ നമ്മളെ മുമ്പിൽ കൊണ്ട് വെച്ച് തരുമ്പോൾ ടേസ്റ്റോടെ കഴിക്കുമ്പോൾ നമുക്കിങ്ങനെ മനസ്സിലാവില്ല ആ സമയത്തൊന്നും അടുക്കള കിടന്ന് എന്ത് കഷ്ടപ്പെട്ടിട്ട് ഈ സാധനം ഉണ്ടാക്കുന്നതെന്നുള്ള കാര്യം. പക്ഷെ നമ്മൾ ഈ കാര്യമായിട്ടുള്ള കാര്യത്തിൽ ഇറങ്ങുമ്പോഴാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാവുന്നത്. അപ്പോഴാണ് അമ്മയുടെ ഒക്കെ ഒരു വില നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ പുളി പിഴിഞ്ഞൊഴിച്ച് ആ ഒരു മസാല റെഡിയായി തിളച്ചു. അതിലോട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. ഞാൻ കുറച്ച് ഒഴിക്കുന്നുള്ളൂ, കാരണം ഞങ്ങൾ 2 പേരേ ഉള്ളൂ. അപ്പം ഞങ്ങൾക്ക് ഒരുപാടൊന്നും ആവശ്യമില്ല. ഇത് തന്നെ എങ്ങനെ പോയാലും ഒരു 3-4 ദിവസത്തേക്ക് എന്തായാലും കാണും. പക്ഷേ അത് കുഴപ്പമില്ല, കാരണം രസം ഇരിക്കുന്നതോറുമാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം കാണുമ്പോൾ പോലും ഞാൻ മല്ലിയില മിസ് ചെയ്യുക, കാരണം മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് കുറച്ചുകൂടെ കായപ്പൊടി വേണമെന്ന് തോന്നി, ഞാൻ കുറച്ചുകൂടെ കായപ്പൊടി ഇടുകയാണ്. അപ്പം അതവിടെ ഇരുന്ന് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം ഗ്യാസ്. നമുക്ക് ചിക്കൻ എടുക്കണം ഫ്രൈ ചെയ്യാനായിട്ട്. ചിക്കൻ കറി നോക്കാം. കണ്ടില്ലേ, ചിക്കൻ കറി തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ല വെന്തിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. രസവും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ എന്തായാലും ചിക്കൻ ഫ്രൈ റെഡിയാക്കാൻ പോവാണേ. ചിക്കൻ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. നമുക്കിനി എന്തായാലും ഉടനെ ഫുഡ് കഴിക്കാം.
യെസ്, എൻ്റെ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട്. ചോറ് റെഡിയാണ്, കണ്ടില്ലേ? നല്ല സൂപ്പർ ചിക്കൻ കറി റെഡിയാണ് ഗൈസ്. രസം റെഡിയാണ്. ക്യാരറ്റ് ബ്രക്കോളി മെഴുക്കുവരട്ടി റെഡിയാണ്. നല്ല ചിക്കൻ ഫ്രൈ റെഡിയാണ് ഗൈസ്. കഴിച്ചാലോ? നമുക്കേ ഇത് ഫുഡ് ഒരാളടുത്ത് ടേസ്റ്റ് ചെയ്യാൻ പറയാവേ. ടേസ്റ്റ് ചെയ്തിട്ട് ജെന്യുവൻ ആയിട്ടുള്ള കമന്റ് പറയണം കേട്ടോ. ചുമ്മാ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് സൂപ്പർ അങ്ങനൊന്നും പറയണ്ട. എന്തായാലും സൂപ്പർ. കഴിക്കും. കൊള്ളാം. എന്ത് നാണക്കേട് ചിരിയൊക്കെ വരുന്നുണ്ടല്ലോ. ഫ്രൈ ഒക്കെ കൂട്ടിട്ട് പാറാ പാപ്പ. മൊത്തത്തിൽ ഇനി എവിടെ കുഴച്ച് കഴിച്ചിട്ട് പാടാ. സൂപ്പർ. ചിക്കൻ പിന്നെ എപ്പോഴും കഴിക്കുന്നത്, അതുകൊണ്ട് കിട്ടില്ല. എനിക്കറിയാം. ഏറ്റവും കിട്ടില്ല ചിക്കന്. ഈ പുതിയ സാധനം എങ്ങനെയുണ്ട്? ബ്രൊക്കോളി ക്യാരറ്റ് മെഴുക്ക് വരട്ടി. അത് നോർമലി നമ്മൾ എന്താണ് ജസ്റ്റ് ഒന്ന് അല്ലാതല്ലേ കഴിക്കുന്നത്. ഇപ്പൊ മെഴുക്ക് വരട്ടി അല്ലേ? കൊള്ളാമോ? മൊത്തത്തിൽ കൊള്ളാമോ? സൂപ്പർ 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 കേസ്.